All right. Thank you so much for joining. Welcome back. Thank you so much. Thank you so much. How was the meditation? Meditation എങ്ങനെ ഉണ്ടായിരുന്നു? Was it നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓരോ ദിവസവും നല്ല രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും? താങ്ക് യു സോ മച്ച് മിനിലി. താങ്ക് യു സോ മച്ച്. ഹോപ്പ് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച്. ബി ഹിയർ ഇൻ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മളുടെ ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് നിങ്ങളൊരു സാധാരണ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യാം, ഒരു ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് നമ്മുടെ ലൈഫിൽ ഒരു വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന വിഷയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഔട്ട് റെഡി ആൻഡ് എക്സൈറ്റഡ്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ, മെഡിറ്റേഷൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഫീൽ ചെയ്യുന്നുണ്ട്, സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ എന്നുള്ളതിന് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, GRT എന്ന് കമന്റ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ എന്നുള്ളതിന്. ഓക്കെ, GRT. ജസ്റ്റ് ഇഫ് യു ആർ ഫീലിംഗ് ഗ്രേറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ GRT എന്ന് കമന്റ് ചെയ്യുക. GRT. ബിക്കോസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഓരോ ദിവസവും നല്ല രീതിയിലേക്ക് നിങ്ങളെ നിങ്ങളെ നയിക്കാൻ വേണ്ടി, ഓരോ ദിവസം നല്ല രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, സക്സസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളിൽ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. അപ്പൊ അത് സഹായിക്കുന്നതിന് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക, താങ്ക്സ് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ക്യാൻ ഐ ആസ്ക് എ റിക്വസ്റ്റ്? നിങ്ങൾ റിക്വസ്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ ഐ ഗെറ്റ് എ ഹെൽപ്പ്? ക്യാൻ ഐ ഗെറ്റ് എ ഹെൽപ്പ്? എനിക്ക് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ലൈക്ക് ഒരുപാട് പേർക്ക് വരാൻ, ഒരുപാട് പേർക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ, ഒരുപാട് പേർക്ക് നമുക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഹീലിംഗ് മെഡിറ്റേഷൻസ് ഉപയോഗപ്പെടുത്താൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഫാമിലി ആവാം, അവരിലേക്കൊക്കെ ഇതൊക്കെ എത്തിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നതിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ മീ ആൻഡ് മൈ ടീം. നമ്മുടെ ഈ ഒരു ടീമിന് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റും. ക്യാൻ യു ഡു ദാറ്റ് ഫോർ അസ്? ക്യാൻ യു ഡു ദാറ്റ്? ജസ്റ്റ് വൺ വീഡിയോ. ഫോർ ദാറ്റ് ഐ വിൽ ഗിവ് യു വൺ തിങ്. ഒരു ഗിഫ്റ്റ് ഞാൻ നൽകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഐ വാണ്ട് ടു ഗിവ് യു ഈസ് വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്, ഞാൻ എഴുതിയ ബുക്ക് ഉണ്ട്. അത് 230ഓളം പേജുള്ള ബുക്കാണ്. ഏകദേശം നിങ്ങളുടെ ലൈഫിൽ 216 പേജുണ്ട്. ഏകദേശം നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ടിന് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നമ്മൾ 45ഓളം ചാപ്റ്ററുകളാക്കിയിട്ട് 45ഓളം ചാപ്റ്ററുകളാക്കിയിട്ട് എന്ത് ചെയ്യാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ വാട്ട് ഐ വാണ്ട് യു ടു ഡു ഈസ് ഇറ്റ്സ് ലൈക്ക് എ ഗിവ് അവേ. ഓക്കെ, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു ഗിവ് അവേ നൽകുകയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗെറ്റ് ഇൻ? ഇത് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ഒരു ബുക്ക് നിങ്ങളിലേക്ക് അയച്ചു തരാൻ, നിങ്ങൾക്ക് സൈൻ ചെയ്ത കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാൻ നമ്മൾ തയ്യാറാണ്. ആർ യു ഇൻട്രസ്റ്റഡ്? താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് കമന്റ് ഡൗൺ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ യുവർ നമ്പേഴ്സ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് കമന്റ് ഡൗൺ യുവർ നമ്പേഴ്സ്. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ യുവർ നമ്പേഴ്സ്. നിങ്ങളുടെ നമ്പേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ആസ് എ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു വൺ തിങ്. നിങ്ങളുടെ നമ്പർ ഇവിടെ കമന്റ് ചെയ്യണം എന്ന്. ഓക്കെ, റീനാദാസ് കമന്റ് ചെയ്യുന്നു. ഓൾറൈറ്റ്, ജസ്റ്റ് കമന്റ് ഡൗൺ. ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ നമ്പേഴ്സ് ഇവിടെ കമന്റ് ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ശരത്, ക്യാൻ വി നോട്ട് ഡൗൺ ദാറ്റ്? ഓക്കെ, താല്പര്യമുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കമന്റുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഐ വാണ്ട് യു ടു കമന്റ് ഡൗൺ യുവർ നമ്പർ സോ ദാറ്റ് വി ക്യാൻ സെൻഡ് യു ദിസ് കോപ്പി. നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, just comment down. Okay, if you are interested, I want to give you a giveaway. Okay, just comment down your number so that I can send you. നിങ്ങളുടെ നമ്പേഴ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക so that I can send you this copy. നിങ്ങളിലേക്ക് ഇത് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരേ ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ വെച്ചാൽ, ഓക്കെ,
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെന്ന് വെച്ചാൽ what I want to you to do is to get this book. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ ഒരു മെഡിറ്റേഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ രൂപത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ടീം മെമ്പേഴ്സിന്റെ നമ്പറിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, യൂസഫ് ഇരട്ടി വിളക്കോട്, കണ്ണൂർ ജില്ല. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് you just create a video. Okay, create a video. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷനിൽ വന്നിരിക്കുന്നതിന്റെ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ഒരു ചെറിയൊരു സ്ഥലത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, ഇളകരുത്. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ജസ്റ്റ് എന്ത് വെച്ചാൽ നിങ്ങൾ ചെയ്യിപ്പിക്കുക, വീഡിയോ ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫീഡ്ബാക്ക് എടുക്കുക. ആ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിന് തിരിച്ച് ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അയച്ചു താല്പര്യപ്പെടുന്നുണ്ട്. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം, മെഡിറ്റേഷൻ പ്രോഗ്രാം ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ, ഇത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആണ് എന്നുള്ള മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ യുവർ നമ്പേഴ്സ് ആൻഡ് ഇഫ് യു ആർ റെഡി ടു ഡു ദിസ്, ഐ വിൽ ഗിവ് യു ആസ് എ ഗിഫ്റ്റ്. ദിസ് ഈസ് എ ഗുഡ് ന്യൂസ് ഐ വാണ്ട് യു ടു ഗിവ്. ഓക്കെ, ഐ വാണ്ട് എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക. Okay, just comment down your numbers. My team members will contact you. Okay, Sharath, are you there? Are you there? Yes. Okay. Hello, Sharath. Okay. നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കൊടുത്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നിങ്ങൾ ബന്ധപ്പെടണം കേട്ടോ. ഓക്കെ, ബന്ധപ്പെട്ടിട്ട് എന്താ വെച്ചാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അവരുടെ നമ്പേഴ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം, അത് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്പർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മളുടെ മോർണിംഗ് മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്തതിന് എല്ലാവരെയും നന്ദി അറിയിക്കണം. താങ്ക് യു സോ മച്ച്. അധികം വൈകാതെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. അധികം വൈകാതെ നമ്മുടെ മീറ്റപ്പ് വരും. സോ മീറ്റപ്പിൽ എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, നിങ്ങളുടെ ഹീൽ ചെയ്യാം, നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് തെറാപ്പീസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ പരസ്പരം പരിചയപ്പെടാം, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ നമുക്കൊന്ന് വി ക്യാൻ ഹാവ് എ ഗ്രേറ്റ് ബ്യൂട്ടിഫുൾ ഡേ വിച്ച് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ടുള്ളതിനപ്പുറത്തേക്ക് നേരിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്, ഒരു ഷിഫ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് സോ പവർഫുൾ, സോ എംപവറിംഗ്, സോ ട്രാൻസ്ഫോർമേറ്റീവ്. ആ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി പാസ് ചെയ്യാൻ. സോ അതിന് എന്താ പറയുക, നമ്മൾ അധികം വൈകാതെ അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. സ്റ്റേ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഓക്കെ, ആർ യു എക്സൈറ്റഡ് ഫോർ ദാറ്റ്, ഫോർ എ മീറ്റപ്പ്? Would you like to നിങ്ങൾക്ക് മീറ്റപ്പിന് വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മീ എന്ന് കമന്റ് ചെയ്യുക. യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. ഓരോ ക്ലാസ്സുകളിലും ഓരോ ദിവസങ്ങളിലും പുതിയ അറിവുകൾ ലഭിക്കുന്നുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. ഇനി നമ്മളുടെ ട്രോമാസ് എല്ലാം നമ്മൾ ഹീൽ ചെയ്ത് നമ്മുടെ അവയർനെസ് വർദ്ധിപ്പിച്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകും. We have to win in this life. ഈ നമ്മളുടെ ജേർണിയിലൂടെ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മളിൽ അധികം ആൾക്കാരും എന്താ വെച്ചാൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട്, അതായത് സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് കൊണ്ട്, മറ്റുള്ള രീതിയിലുള്ള അഡിക്ഷൻസ്, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ അറിവിന്റെ കുറവ് കൊണ്ട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന, ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ വറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുണ്ട്. സോ ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കുക, നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക, നമ്മളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന അപാരമായ ശക്തി, അപാരമായ പവർ, അതേപോലെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള, നമ്മളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള നമ്മുടെ മാനിഫെസ്റ്റിംഗ് പവർ, നമ്മുടെ റിസോഴ്സ്ഫുൾനെസ് സ്കില്ല്, നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്കില്ല്, നമ്മുടെ അനലിറ്റിക്കൽ തിങ്കിങ് സ്കില്ല്, നമ്മളുടെ പോസിറ്റീവ് തിങ്കിങ് സ്കില്ല്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് വി ഗെറ്റ് എ കോച്ചിങ്, ഇഫ് വി ഗെറ്റ് സപ്പോർട്ട്, നമുക്ക് ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ, കോച്ച് ചെയ്യാനുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്താനുണ്ടെങ്കിൽ, വി ക്യാൻ ട്രാൻസ്ഫോം. ഡു യു ബിലീവ് ഇൻ ദാറ്റ്? ഡു യു ബിലീവ് ഇൻ ദാറ്റ്? യെസ് ഓർ നോ? യെസ് ഓർ നോ? ക്യാൻ വി ഡു ദാറ്റ്? നമുക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കാൻ നമുക്കത് സഹായിക്കും. യെസ് ഓർ നോ? സോ ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, നമ്മളെല്ലാവരെയും എത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും
നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റമാണ്, അതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അതിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ വേ ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ടീമിന് ചെയ്യാൻ കഴിയുന്ന, നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വെച്ചാൽ ദിസ് ഈസ് ദ വേ വി ക്യാൻ ഡു ഇറ്റ് ആൻഡ് വി വിൽ ഡു ഇറ്റ്. ആൻഡ് വൺ ബൈ വൺ വി വിൽ ക്രിയേറ്റ് ലീഡേഴ്സ്. നാളത്തെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, നാളത്തെ ചാമ്പ്യൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ, നാളത്തെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പാർക്ക് മതി. ആ ഒരു സ്പാർക്കിൽ നിങ്ങൾ പിടിച്ചു കയറി നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് വിജയിച്ചു, ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം വിജയിച്ചു, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹ്യൂജ് റിസൾട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. സോ ലെറ്റ്സ് വർക്ക് ടുഗെദർ, സപ്പോർട്ട് ഈച്ച് അതർ ആൻഡ് ദെൻ ചേഞ്ച് യുവർ ലൈഫ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ആർ യു റെഡി? ആർ യു റെഡി? യെസ്? ഓക്കെ. അപ്പോ നമുക്ക് അതിന് സാധിക്കണം. അതിന് സാധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് അതിന് സാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. വി ക്യാൻ ഡു വൺ ബൈ വൺ. വി ക്യാൻ അച്ചീവ് ദിസ്. വി ക്യാൻ മേക്ക് ഇറ്റ് പോസിബിൾ. സോ ആർ യു റെഡി? ആർ യു റെഡി? യെസ്? യെസ്. സോ വി ക്യാൻ ബിക്കം. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടു ബിക്കം എ ഗ്രേറ്റ് ലീഡർ. നമുക്ക് എങ്ങനെ ഒരു ഗ്രേറ്റ് ലീഡർ ആയിട്ട് മാറാം? ഹൗ വി ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ലീഡർ. ടുഡേസ് ടോപ്പിക് ഈസ് ദാറ്റ്. ഈ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാനൊരു ബിസിനസ് മാൻ ആവണം, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയാ ഒരു 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 പ്രൊജക്ട് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വലിയ കമ്പനിയിലോ കോർപ്പറേറ്റ് കമ്പനിയിലോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യണം? ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യണം, സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ലീഡ് വിത്തൗട്ട് ടൈറ്റിൽ. യു ക്യാൻ ലീഡ് വിത്തൗട്ട് ടൈറ്റിൽ. അതായത് ഒരു ടൈറ്റിൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ടൈറ്റിൽ ഇല്ലാതെ നമ്മൾ ലീഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായാൽ മതി. നമുക്ക് നന്മ നിറഞ്ഞിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവുക, ഒരു വലിയ ഉദ്ദേശം ഉണ്ടാവുക. എനിക്ക് ഈ ലോകത്ത് ഞാൻ ഇവിടെ ജീവിക്കുന്ന സമയത്ത് പരമാവധി ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് എന്റെ വർക്കിലൂടെ ഞാൻ ഏറ്റെടുക്കുന്ന എന്റെ ജോലിയിലൂടെ അതിൽ ഞാൻ എക്സലൻസ് കാണിച്ചുകൊണ്ട്, എന്റെ ഉത്തരവാദിത്തങ്ങളിലൂടെ ഞാൻ എക്സലൻസ് കാണിച്ചുകൊണ്ട് ഐ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ലീഡർ. ഒരു മാതാവിന്, ഒരു 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 ഉമ്മയ്ക്ക്, ഒരു 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 വീട്ടമ്മയ്ക്ക് ലീഡർ ആകാൻ പറ്റും. ബിക്കോസ് ഷീ റൺസ് ദ ഹൗസ് ഹോൾഡ്. ആ വീട്ടിൽ എന്താണ്? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ഒരു മാതാവാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്, നമ്മൾ ഒരു ലീഡർ അല്ല എന്ന് ചിന്തിക്കരുത്. ഇഫ് യു ക്യാൻ ഇൻസ്പയർ യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ മക്കളെ, ഒരു പിതാവാണെന്നുണ്ടെങ്കിലും ഒരു കുടുംബനാഥനാണെന്നുണ്ടെങ്കിലും ഇനി ഒരു സാധാരണ ഒരു ഫാമിലിയിൽ ഒരു മെമ്പർ ആണെങ്കിൽ പോലും യു ക്യാൻ ഇൻസ്പയർ. യുവർ ടീം ഈസ് യുവർ ഫാമിലി. യെസ് ഓർ നോ? യുവർ ടീം ഈസ് യുവർ ഫാമിലി. ദാറ്റ്സ് യുവർ ടീം. ദാറ്റ് ഈസ് യുവർ ടീം. നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ ടീം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ ടീം. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ആ ഒരു സംഗതി മനസ്സിലാവുന്നുണ്ടോ? യുവർ ഫാമിലി ഈസ് യുവർ ടീം. നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ ടീം. അതിന് വലിയ കമ്പനി വേണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് ഹാവ് എ ഫാമിലി വിഷൻ. ഈ ഒരു ബിസിനസ് ലീഡർ ആണെന്നുണ്ടെങ്കിൽ യുവർ ടീം ഈസ് യുവർ ബിസിനസ് ടീം. യുവർ ബിസിനസ് ടീം, യുവർ എംപ്ലോയീസ് ആർ യുവർ ടീം മെമ്പേഴ്സ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവരുടെയും ഒരു ടീം ഗോൾ വേണം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുന്ന, അതിനു വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കുന്ന, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. അവർക്ക് എക്സാമ്പിൾ ആകുന്ന, അവർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അവരുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുക? പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ്സ് വാട്ട് യു ക്യാൻ ഡു. ദാറ്റ്സ് വാട്ട് യു ക്യാൻ ഡു. ക്ലിയർ ആണോ പറയുന്നത്? Am I clear? So be an inspiration. നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാലും you can become an inspiration. How you can become an inspiration? നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ വളർച്ച ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മാത്രം നേട്ടമല്ല. എന്റെ ഫാമിലി, എന്റെ മക്കളുടെ ഭാവി ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മക്കളുടെ, അല്ലെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മക്കളുള്ളവരുണ്ട്, ഫാമിലി ഉള്ളവരുണ്ട്. അപ്പൊ എന്റെ കുടുംബത്തിന് ഒരു ബെറ്റർ ഫ്യൂച്ചർ വേണം. എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. എന്റെ ജീവിത പങ്കാളിക്ക് നല്ല കരിയർ വേണം. തൊഴിൽ മേഖലയിൽ വിജയിക്കാൻ കഴിയണം.
അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുണ്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഡോണ്ട് യു വാണ്ട് ദാറ്റ്? ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. ഡോണ്ട് യു വാണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കണ്ടേ? ചിലപ്പോൾ ചില വീട്ടമ്മമാർ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. സോ ഹൗ യു ക്യാൻ ഡു ദാറ്റ്? യു ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ലീഡർ. ഒരു ലീഡറായിട്ട് മാറാൻ പറ്റും. യു ഹാവ് ടു ഇൻസ്പയർ എവറി വൺ. ഇൻസ്പയർ ചെയ്യണം. എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നത്? ബൈ ബിക്കമിങ് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ആയി മാറുന്നതിലൂടെ. യു ബി എൻ എക്സാമ്പിൾ. ഹൗ യു ക്യാൻ ബിക്കം എൻ എക്സാമ്പിൾ? നിങ്ങൾക്ക് എങ്ങനെ എക്സാമ്പിൾ ആയി മാറുന്നത്? ത്രൂ കെയറിങ്. ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് കെയർ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ബി എ കെയറിംഗ് പേഴ്സൺ. ഒരു ഹെൽപ്ഫുൾ മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. ഇതൊരു റിമൈൻഡർ ആണ്. നമുക്ക് എല്ലാവർക്കും മെസ്സേജ് കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് നമ്മൾക്ക് അറിയാം. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് എ റിമൈൻഡർ. ഒരു റിമൈൻഡർ മാത്രമാണ്. വളരെ ജെനുവിൻ ആയിട്ട് കെയർ ചെയ്യുന്ന, മറ്റുള്ളവരുടെ നന്മ കൂടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. നമ്മുടെ ബെനിഫിറ്റ്സ് മാത്രമല്ലാതെ എല്ലാവരെയും സഹായിക്കാനുള്ള, എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള, എല്ലാവരെയും കൂടെ പിടിക്കാനുള്ള, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. ഫോർ ദാറ്റ് വി ഹാവ് ടു ബിക്കം എ കെയറിംഗ് പേഴ്സൺ, എ നൈസസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം. അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കഴിവ് കണ്ടെത്തി കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ പ്ലസ് പോയിന്റ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ജീവിത പങ്കാളിക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയും? ജീവിത പങ്കാളിയായിട്ടുള്ള മറ്റൊരാളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. സെൽഫ് ലവ് വേണ്ടെന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സെൽഫ് ലവ് വേണം. മതിയില്ല, വി നീഡ് സെൽഫ് ലവ്. സെൽഫിഷ് അല്ല ഞാൻ പറയുന്നത്, സെൽഫ് ലവ് വേണം. സെൽഫ് ലവ് വേണം, ഡെഫിനറ്റ്ലി സെൽഫ് ലവ് വേണം. നമുക്ക് നമ്മളെ കുറിച്ച് നമ്മളെ സ്നേഹിക്കണം, കാര്യങ്ങൾ ചെയ്യണം. അതുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. സെൽഫ് ലവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ, നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? നിങ്ങൾ സ്വയം വെറുത്ത് കഴിഞ്ഞാൽ, സ്വയം വിഷമിച്ചു കഴിഞ്ഞാൽ, സ്വയം കുറ്റപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും മറ്റുള്ളവർക്ക് പാസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ ഡൗൺ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ഡൗൺ ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? വി കാൻ നോട്ട് ഡു ദാറ്റ്. സോ സെൽഫ് ലവ് നമ്മൾ ഇത്രയും ദിവസം പല ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടെന്നല്ല പറയുന്നത്, അത് വേണം. അത് തന്നെയാണ് എല്ലാത്തിന്റെയും തുടക്കം. എന്നാൽ അതിന്റെ കൂടെ നമ്മളെന്ന് വെച്ചാൽ ഒരു ലീഡറായി മാറുക എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പയറിങ് അതേഴ്സ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആയി മാറുക. അപ്പൊ എന്താ വേണ്ടത്? എക്സാമ്പിൾ ആയി മാറണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റൂ. കെയർ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുക. വി ഹാവ് ടു സീ എ ബിഗർ പിക്ചർ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതിലേക്ക് വരാം. ഹൗ ടു ബിക്കം എ ഗ്രേറ്റ് ലീഡർ. പോയിന്റുകൾ നോട്ട് ചെയ്യാം. ടേക്ക് റെസ്പോൺസിബിലിറ്റി, ടേക്ക് ചാർജ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാനും എന്റെ ചുറ്റുപാടിലും ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫ്, എനിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, എന്റെ ഫാമിലിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നയിച്ചാൽ മതി. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ലീഡർഷിപ്പ് എടുക്കുക? നിങ്ങൾ ജോലിക്ക് പോവുക എന്നുള്ള ഒരു ഉദ്ദേശം വേണമെന്നില്ല. ആ ജോലിക്ക് പോകുന്ന ആളെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ജോലിയിൽ ഏറ്റവും മികച്ച രീതിയിൽ അധ്വാനിക്കാൻ വേണ്ടിയിട്ടും, ആ മികച്ച രീതിയിൽ അതിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാം, മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാം, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാം, അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യാം, അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റുകൾ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ അപാരമായ കഴിവുള്ള വ്യക്തിയാണ്, അപാരമായിട്ടുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യാം? യു ക്യാൻ ലീഡ് യുവർ സ്പൗസ്. യു ക്യാൻ അപ്രീഷിയേറ്റ് ദം. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഏത് പൊസിഷൻ ആണെങ്കിലും, ഇപ്പൊ നമ്മളാണ് ജോലിക്ക് വന്ന് പോകുന്നതെങ്കിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. എന്റെ ഫാമിലിയെ നയിക്കേണ്ടത് ഞാനാണ്, എന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാനാണ്. വി ക്യാൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി.
ഉത്തരവാദിത്വത്തോടു കൂടി, അതായത് എന്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ, എന്റെ ചുറ്റുപാടിലുമുള്ളവരുടെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ, എന്റെ ടീമിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ ഞാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, പവർഫുൾ ആയിട്ട് ഞാൻ അത് ചെയ്യും എന്നുള്ള റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. ആൻഡ് ദാറ്റ് ഈസ് എ നമ്പർ 1 ക്വാളിറ്റി. ആ റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ടേക്ക് ഇനീഷ്യേറ്റീവ്. വേറെ ആരെയും വെയിറ്റ് ചെയ്യില്ല. വി വിൽ സ്റ്റാർട്ട് ഡൂയിങ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രധാനമല്ല. It doesn't matter what others think about. It does matter what we think about ourselves and our intention. നമ്മുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലുള്ള നന്മയെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിലൂടെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച്, സമൂഹത്തിനുണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച്, നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച്, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച്, നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ഗ്രേറ്റ് പോസിബിലിറ്റി, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആ പോസിബിലിറ്റിയോട് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നത്. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി, ടേക്ക് ഇനീഷ്യേറ്റീവ്. നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. മറ്റുള്ളവർ നന്നാവണം എന്നുള്ളതല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ബിക്കമിങ് എ ലീഡർ എന്ന് പറയുന്നത് ബീയിങ് എ ഇൻസ്പയറിംഗ് പേഴ്സൺ എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇൻസ്പയർഡ് ആവണം. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് എന്താ വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കണ്ടിട്ട്, നമ്മൾ എഫേർട്ട് ഇടുന്നത് കണ്ടിട്ട്, നമ്മൾ പണിയെടുക്കുന്നത് കണ്ടിട്ട്, നമ്മുടെ വർക്കിലൂടെ, നമ്മുടെ ടാസ്കിലൂടെ, നമ്മളുടെ ആ ഒരു സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ഇടുന്നതിലൂടെ, നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും. ആൻഡ് ദാറ്റ്സ് ഹൗ ദേ ബിക്കം യുവർ ഫോളോവർ. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ തുടങ്ങും. എസ് ഓർ നോ? കാരണം അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ട്, നിങ്ങളെ ഒരു 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 ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ട് അവർ കാണുകയാണ്. സോ ടേക്ക് ആക്ഷൻ. ടേക്ക് റെസ്പോൺസിബിലിറ്റി മീൻസ് ടേക്ക് ആക്ഷൻ. ഡോണ്ട് വെയിറ്റ്, ഡോണ്ട് തിങ്ക് ടു മച്ച്, ഡോണ്ട് ബി വറീഡായി നിൽക്കരുത്, വിഷമിച്ച് നിൽക്കരുത്. ടേക്ക് ആക്ഷൻ. Can we do that? Can we inspire each and everyone? We can inspire each and everyone through our work. നമ്മൾ ചെയ്യുന്ന വർക്ക്, വീട്ടിലുള്ള ജോലികളാണെങ്കിലും ശരി, നമ്മുടെ ഓഫീസിലുള്ള ജോലികളാണെങ്കിലും ശരി, wherever you are working, I don't know, എവിടെയാണ് എങ്കിലും അവിടെ നമ്മൾ ഇനീസിയേഷൻ എടുക്കുക, നമ്മൾ തുടങ്ങി വെക്കുക. ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി വെക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യുക, നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്ത് വിഷമിച്ച് ഡൗൺ ആയി ഇനിയിപ്പോ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നടക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ, we have to start working our do. We have to start taking action. So please do that every day. And that's how you become an example. ഹാപ്പി ആകുന്നതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇൻസ്പയർ ചെയ്യുന്നത് എങ്ങനെ? എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കാം. അതിനെന്ത് ചെയ്യണം? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് an example. Yes or no? മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നു, നിങ്ങളുടെ മൈൻഡിനെ കാമാക്കി നിലനിർത്തുന്നു, നിങ്ങളെ പീസ്ഫുൾ ആക്കി നിലനിർത്തുന്നു. നിങ്ങൾ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നുണ്ടോ? യു ആർ എ ലീഡർ. യു ആർ ഷോയിങ് ലീഡർഷിപ്പ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നു. അപ്പൊ പീസ്ഫുൾ ആയിട്ടുള്ള, ക്ഷമയുള്ള, ഫൊർഗീവ്നെസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ, അപ്പോഴാണ് നിങ്ങൾ എന്താ വെച്ചാൽ ഇൻസ്പയറിംഗ് ആവുന്നത്. മറ്റുള്ളവരോട് ക്ഷമ കാണിക്കും. അപ്പൊ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മക്കളെ ആരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു വെച്ചാൽ നീ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ജെന്യൂൻ ആയിട്ട്, ജസ്റ്റ് വാക്ക് മാത്രമല്ല കേട്ടോ, മറ്റുള്ളവരെ നമ്മൾ 1-2 മെഡിറ്റേഷൻ ചെയ്തിട്ട് ബാക്കിയെല്ലാം മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, അതല്ല വേണ്ടത്. You have to be genuinely participate, be honest and authentic, and be genuinely participate and do the work. So happy ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻസ്പയർ ചെയ്യാൻ, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാം. കാമായിട്ടുള്ള വ്യക്തിയായിട്ട്, ക്ഷമയുള്ള വ്യക്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്പയർ ചെയ്യാം. ഹംബിൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട്, അതായത് ഹംബിൾ ആവുക. ഇതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഹാപ്പിനെസ് കംസ് ഫ്രം വിത്തിൻ എന്നാ പറയുന്നത്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഹാപ്പിനെസ് ഉള്ളതാണ് ഉണ്ടാവും. ഹാപ്പിനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഓൺലി ത്രൂ സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് ലവ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം നിറച്ചിട്ട്. സോ അത് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ലീഡർ. വി ക്യാൻ ബിക്കം എൻ എക്സാമ്പിൾ.
മറ്റുള്ളവരോട് സ്നേഹം നമുക്ക് കാണിക്കാം, മറ്റുള്ളവരോട് പുഞ്ചിരിക്കാം, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാം, അവരുടെ നന്മകൾ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾക്ക് അധികം ആൾക്കാർക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നമ്മൾ എപ്പോഴാണ് നമ്മൾ ലീഡർ അല്ലാതായി പോകും? നമ്മൾ ചെറുതായി പോകുമ്പോഴാണ് നമ്മൾ ലീഡർ അല്ലാതായി പോകുന്നത്. നമ്മൾ വലുതാകണം. നമ്മൾ വലുതാകുന്നത് എങ്ങനെയാണ്? ആരാണ് വലിയവൻ? കൊടുക്കുന്ന ആളാണ് വലിയവൻ, നൽകുന്ന ആളാണ് വലിയവൻ. സ്വർണം എല്ലാം എടുക്കുന്ന ആൾക്ക് എപ്പോഴും എനിക്ക് എടുക്കുക, എനിക്ക് ഇങ്ങോട്ട് സ്നേഹം വേണം, എനിക്ക് ഇങ്ങോട്ട് വേണം, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ വേണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള തിങ്കിങ്, കംപ്ലൈനിങ് മോഡിൽ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും വീക്കാണ്. വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ലീഡേഴ്സ് ആകാൻ പറ്റില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലീഡേഴ്സ് ആകാൻ പറ്റുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. കൊടുക്കുന്ന ആളുടെ കൈയാണ് മുകളിൽ, അല്ലെ? കൊടുക്കുകയാണ്, വാങ്ങുന്ന ആളുടെ കൈ താഴെ. അപ്പൊ എപ്പോഴും എന്താ വെച്ചാൽ കൊടുക്കുന്ന, ബി എ ഗിവർ, ബി എ ഗിവർ, ബി എ ഗിവർ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഗിവിംഗ് ആണ്. നമ്മൾ എക്സാമ്പിൾ ആകുന്നത് പോലെ തന്നെ ഗിവറാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുക. അധികം ആൾക്കാർക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ, സ്വന്തം ജീവിത പങ്കാളിയുടെ നന്മ കാണുമ്പോൾ നന്മ കാണാൻ കഴിയാത്ത അവസ്ഥ, തിന്മകളിലേക്ക് മാത്രം നോക്കി ശീലിച്ച്, പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിച്ച്, ഡൗൺ ആയിട്ട് മാത്രം ചിന്തിച്ച് മാത്രം പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് കംപ്ലൈനിങ് മോഡാണ്. നിങ്ങൾ വീക്കാണ്. യു ആർ എ വീക്ക് പേഴ്സൺ. ആ വീക്ക് ആയിട്ടുള്ള പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക. ഡോണ്ട് ബിക്കം വീക്ക്. അത് നിങ്ങളെ നശിപ്പിക്കുകയുള്ളൂ, നിങ്ങളെ ഡൗൺ ആക്കുകയുള്ളൂ, നിങ്ങളെ ദുഃഖിപ്പിക്കുകയുള്ളൂ, നിങ്ങൾക്ക് സങ്കടം തരുവുള്ളൂ. You cannot become a leader. You cannot become a strong person. You cannot become an inspiring figure. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് അതേഴ്സ്, ബി എ പോസിറ്റീവ് പേഴ്സൺ. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർ ആകാൻ കഴിയില്ല. യു കൻ നോട്ട് ബിക്കം എ ഗ്രേറ്റ് ലീഡർ. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? യു കൻ നോട്ട് ബിക്കം എ ഗ്രേറ്റ് ലീഡർ. നിങ്ങൾക്കൊരു ഗ്രേറ്റ് ലീഡർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ what you have to do? You have to give others. എന്താ നൽകുക? സ്നേഹം നൽകുക, അപ്രീസിയേഷൻ കൊടുക്കുക, അതായത് അഭിനന്ദനം നൽകുക. മറ്റുള്ളവരുടെ നന്മ കണ്ടു കഴിഞ്ഞാൽ, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല കഴിവുണ്ട്, ഞാൻ നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് വീട്ടിലേക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾ, ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു, നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങളൊരു പുലിയാണ്, നിങ്ങൾ അപാരമായിട്ട് കഴിവുള്ള ആളാണ്, നിനക്ക് നല്ല ഒരുപാട് കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുക. വി ജസ്റ്റ് അപ്രീഷിയേറ്റ് ദം, മോട്ടിവേറ്റ് ദം. ഇതിന് വല്ല ടാക്സും അടക്കണോ, വല്ല GST അടക്കണോ? വേണ്ട. പരസ്പരം മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഗിവ് അതേഴ്സ്. മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ പരാതി പറഞ്ഞ്, കംപ്ലൈന്റ് പറഞ്ഞ് അയാളുടെ കുറ്റങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഇൻസ്പയറിംഗ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് മാത്രം നോക്കാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിലേക്ക്, നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് പറഞ്ഞതിന് ശേഷം പക്ഷേ ചില കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അപാരമായ കഴിവുള്ള ആളാണ്, അപാരമായ പൊട്ടൻഷ്യലുള്ള ആളാണ്, ഇതാണ് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം. അവരിൽ വിശ്വസിക്കുന്ന, അവർക്ക് കുറച്ച് സ്നേഹമാണ് വേണ്ടത്. ഡൗൺ ആയി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കള് എക്സാമിൽ, പരീക്ഷയിൽ വിജയിക്കുന്നില്ല, പ്രയാസപ്പെട്ടാണ്, പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയുക, എൻ്റെ മോന് നന്നായിട്ട് പഠിക്കാൻ കഴിയും, എൻ്റെ മോന്റെ മനസ്സിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ മോന്റെ ഉദ്ദേശം നല്ലതാണെന്ന് എനിക്കറിയാം എന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് അവനോട് പറയാ, നീ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നിനക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് നീ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി, സാരമില്ല, എല്ലാം റെഡി ആയിക്കോളും, ഞാൻ നിന്റെ കൂടെയുണ്ട്, നമ്മൾ നിന്റെ കൂടെയുണ്ട്, ഈ ഫാമിലി നിന്റെ കൂടെയുണ്ട്, വറീഡ് ആവണ്ട കേട്ടോ, നീ നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he will get inspired. That's how you show leadership. ഒരു മക്കളോട് ലീഡർഷിപ്പ് കാണിക്കേണ്ടത് അങ്ങനെയാണ്. ജീവിത പങ്കാളിയോട് ലീഡർഷിപ്പ് കാണിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവണം, നമ്മളുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിൽ ഉണ്ടാവണം. വി ഷുഡ് ബിക്കം എ ലീഡർ. ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ അവർ നമ്മളെ അടുത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നമ്മളിലേക്ക് ഉറ്റുനോക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാൽ വി ക്യാൻ ബിക്കം എൻ എക്സാമ്പിൾ ലൈക്ക് ദാറ്റ്. വി ക്യാൻ ബിക്കം എ ഗ്രേറ്റ് പേഴ്സൺ ലൈക്ക് ദാറ്റ്. ഒരുപാട് പേരുടെ മനസ്സിൽ, ഹൃദയത്തിൽ സ്ഥാനം നേടാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ദ വേ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ. ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. എല്ലാ ഹെൽപ്പുകളും ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കണം എന്നല്ല ഞാൻ പറയും. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട്,
ആ കഴിവ് കണ്ടെത്തണം. അതാണ് ലീഡർഷിപ്പിന്റെ അടുത്തൊരു സംഗതി എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ് യുവർ ലീഡർഷിപ്പ് സ്റ്റൈൽ. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നല്ല അറിവ് കൊടുത്തിട്ടായിരിക്കും, നല്ല ഗൈഡൻസ് കൊടുത്തിട്ടായിരിക്കും, നല്ല കോച്ചിങ് കൊടുത്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടായിരിക്കും, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടായിരിക്കും, നല്ല അപ്രീഷിയേറ്റ് ചെയ്തിട്ടായിരിക്കും, നിങ്ങളുടെ ജോലിയിൽ ഉഷാറായിട്ട് പെർഫോം ചെയ്തിട്ടായിരിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ട് നിങ്ങൾ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇൻസ്പയർഡ് ആവാം. ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആകുന്നു, നിങ്ങൾ വെൽത്തി ആകുന്നു, സമ്പന്നനാകുന്നു, എന്നിട്ട് അത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭക്ഷണം നൽകുന്നത് ലീഡർഷിപ്പാണ്. മറ്റുള്ളവരെ വിരുന്ന് സൽക്കരിക്കുന്നത് ലീഡർഷിപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവരെ ഹെൽപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടാകും, മറ്റുള്ളവരെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും അവരിലേക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും. ആൻഡ് ദാറ്റ്സ് കോൾഡ് ലീഡർഷിപ്പ്. ഇനി വർക്കിലേക്ക് വരാം, ജോലിയിലേക്ക് വരാം, ബിസിനസ്സിലേക്ക് വരാം. ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലീഡർഷിപ്പ്? ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ വിഷൻ. ഒരു ബിഗ് പിക്ചർ കാണുക. വലിയൊരു ബിസിനസ്, ഒരു കമ്പനി തുടങ്ങണം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം, എന്നിട്ട് അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം, അതിലൂടെ നല്ല രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കണം, സ്വന്തം ഫാമിലിയെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം, സ്വന്തം ലൈഫ് ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. അതിനുവേണ്ടി ഒരു ടീം ചിലപ്പോൾ ഫോം ചെയ്യേണ്ടി വരും, പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി നിരന്തരം വർക്ക് ചെയ്യേണ്ടി വരും, രാവിലെ പകലില്ല വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. നിങ്ങളുടെ വർക്കിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യൽ ലീഡർഷിപ്പാണ്. ജെന്യുവിൻ ആയിട്ട് വർക്ക് ചെയ്യൽ ലീഡർഷിപ്പാണ്. യു ഡോണ്ട് നീഡ് എ ടൈറ്റിൽ ടു ബിക്കം എ ലീഡർ. You can just be a leader with you becoming a best person. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായി മാറുന്നതിലൂടെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഹലോ, ഇസ് ഇറ്റ് ഇൻസ്പയറിംഗ്? ഇസ് ഇറ്റ് മോട്ടിവേറ്റിംഗ്? മോട്ടിവേറ്റിംഗ് ആണോ? ഇൻസ്പയറിംഗ് ആണോ? Yeah, yes or no? Just comment down. If it is useful, just comment down. 100ഓളം ആൾക്കാരുണ്ട്. Just comment down. I want your comments because give me something. Be a leader. Give me something. ഞാൻ പറഞ്ഞു അല്ലേ, give me something. Is it inspiring? ഈ ക്ലാസ് അടിപൊളിയാണ്, സൂപ്പറാണ്. Just give me something. Because I'm practicing you. I'm helping you. Take that phone, take that initiative. Message it. Is it inspiring? Give me that. This is a practice that അക്ഷയ് പറയുന്നത് പിന്നല്ല. It's അടിപൊളിയാണ്. Very good. Fantastic. Useful ആണ്. യൂസ്ഫുൾ ആണോ? ശരിക്കും യൂസ്ഫുൾ ആണോ? ശരിക്കും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ ഈ ഒരു ക്ലാസ്സിൽ ഇതിലുള്ള പറയുന്ന കാര്യങ്ങൾ? Because I genuinely want your answers because it will inspire me. You can become a great leader like that. Always be a giver. ക്ലാസ്സിനെ പറ്റി പറഞ്ഞാൽ മതി. ഐ മീൻ ക്ലാസ് എന്താണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. ഐ വാണ്ട് ഇത് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞാൻ അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, എന്റെ ക്ലാസ് അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഈസ് ഇറ്റ് എ യൂസ്ഫുൾ തിങ്? ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ആണ്. അത് അറിയാ എന്നുള്ളതിനെക്കാട്ടിലും നിങ്ങളെ കൊണ്ട് ഇതൊന്ന് പറയിപ്പിക്കുക, നിങ്ങളിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, പറയാനുള്ള, കൊടുക്കാനുള്ള, അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാണ്. അമ്പിളി പറയുന്നു, ഇപ്പോഴാണ് വീട്ടിലെ ലീഡർ ആയിരുന്നു ഞാനെന്ന് അറിഞ്ഞത്. യെസ്, ദാറ്റ്സ് വാട്ട് ഐ ആം ടോക്കിംഗ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് വീട്ടമ്മമാർ തിരിച്ചറിയാണ്. ഇത് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു അല്ലെ, നമ്മൾ ഇന്നത്തെ സെഷന്റെ ഒരു പവറാണ്. ഇത്രയും കാലം ഞാൻ വെറും ഒരു ഹൗസ് വൈഫ് ആണ്, അല്ലെങ്കിൽ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ വെറും എന്നുള്ളതിലല്ല. നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി പലർക്കും ഉണ്ട്. ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ വ്യക്തിയാണ്, ഞാനൊരു ലീഡറൊന്നും അല്ല, എനിക്കൊന്നും പ്രത്യേകിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനല്ല, പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. നോ. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫാമിലി. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഏറ്റവും ചെറിയ സമൂഹമാണ് എന്ത്? കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ പുലിയാരാ? അവിടുത്തെ ക്വീൻ ആരാ? അവിടെ ഭരിക്കുന്ന ആരാ? വീട് ഭരിക്കുന്ന ക്വീനാണ്, കിങ് അല്ല. വീട്ടിലെ കാര്യങ്ങൾ, സംഗതികൾ, മക്കളുടെ കാര്യങ്ങൾ, ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ യു ആർ എ ലീഡർ. എവ്രിബഡി ക്യാൻ ബി എ ലീഡർ.
നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റിന് എങ്ങനെ ലീഡർ ആകാൻ പറ്റും? ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോൾക്ക് അല്ലെങ്കിൽ എങ്ങനെ ലീഡർ ആകാൻ പറ്റും? ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ വീട്ടിൽ ലീഡർ ആകാൻ പറ്റും? ബൈ സ്റ്റഡി, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നതിലൂടെ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെ, കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, ബൈ ബിക്കമിങ് ഒരു നല്ലൊരു മോനായിട്ട് മോളായിട്ട് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെ. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതെന്ത് വെച്ചാൽ നല്ല രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കമിങ് ദാറ്റ് ബെറ്റർ പേഴ്സൺ. സോ അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്, ടേക്ക് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. അടുത്തെന്താണ്? അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്? ഓരോരുത്തർക്കും ഓരോന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. ചിലർ നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാണ്, ചിലർ നല്ല കൺസിസ്റ്റൻസി ഉള്ളവരാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നന്നായിട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്, നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരാണ്. ചിലർക്ക് നന്നായിട്ട് എന്താ വെച്ചാൽ ബിഗർ പിക്ചർ കാണാൻ കഴിയുന്നവരാണ്, നല്ല ക്ലാരിറ്റി ഉള്ളവരാണ്. ചിലർ നന്നായിട്ട് എന്താ വെച്ചാൽ നീറ്റ് ആൻഡ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്, നിങ്ങളുടെ ചില വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിലാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കിടക്കുന്നത്. നിങ്ങളുടെ വാല്യൂസ് എന്താണ്? വാട്ട് ആർ യുവർ വാല്യൂസ്? ഹോണസ്റ്റിയാണ്, സത്യസന്ധതയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിൽ ജെനുവിൻ ആയിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും, അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിലാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കിടക്കുന്നത്, നിങ്ങളുടെ യുണീക്ക്നെസ് കിടക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് നല്ല കമ്പാഷൻ ആയിട്ട് പെരുമാറും, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അത് നിങ്ങളുടെ യുണീക്ക്നെസ് ആണ്, അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, അതാണ് നിങ്ങളുടെ വാല്യൂ. മറ്റുള്ളവരെ വിഷമിപ്പിക്കുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം. മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറണം, എംപത്തറ്റിക് ആയിട്ട് പെരുമാറണം. ആൻഡ് ദാറ്റ് ഈസ് യുവർ യുണീക്ക്നെസ്. താങ്ക് യു നിയാസ് ഫോർ ജോയിനിങ്. മനസ്സിലാവുണ്ടോ? സിൻസിയർ ആയിട്ട് പെരുമാറണം, മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ സ്നേഹം കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്. അത് തിരിച്ചറിയുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് കൂടെ പിടിക്കുക, അത് മുറുകെ പിടിക്കുക. അത് നിങ്ങളുടെ വർക്കിൽ കാണിക്കുക, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കാണിക്കുക. ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും, ഇങ്ങനെയാണ് ഞാൻ, ഇതാണ് ഞാൻ, ഇതാണ് എന്റെ ബ്യൂട്ടി. ആൻഡ് ദാറ്റ്സ് യുവർ ബ്യൂട്ടി. ആൻഡ് പീപ്പിൾ ഗെറ്റ് ഇൻസ്പയർഡ് ഇൻ യുവർ ബ്യൂട്ടി. നിങ്ങളുടെ ക്യാരക്ടറിന്റെ ബ്യൂട്ടി, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല വൃത്തിയുള്ള ആളായിരിക്കണം, നല്ല വൃത്തിയിൽ നടക്കണം, നല്ല ഭംഗിയിൽ നടക്കണം. അത് നിങ്ങളുടെ ഒരു യുണീക്ക്നെസ് ആണ്, അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ്, അത് നിങ്ങളുടെ ഒരു സംഗതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുക, അത് നിങ്ങളുടെ ഒരു വാല്യൂ ആയിരിക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്? അപ്പൊ എന്താണെന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ പ്രത്യേകതകൾ എന്താ? ദാറ്റ് ഈസ് നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് എന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂസ് എന്താ? നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വാല്യൂസ്. ജസ്റ്റ് കമന്റ് ഡൗൺ. വാട്ട് ഈസ് ഇറ്റ്? എന്താണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസ്? കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു കഴിവ്, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്. ഓക്കെ, വെരി ഗുഡ്. ഹോണസ്റ്റി ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സിലൂടെ സംസാരിക്കണം. ഓക്കെ, പോസിറ്റിവിറ്റി. വേറെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ടാവും, ഓരോ സ്ട്രെങ്ത് ഉണ്ടാവും. നല്ല ഓർഗനൈസേഷൻ സ്കില്ല്, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യണം, എല്ലാവരും വേണം എന്നുള്ളത്. ബന്ധങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കും, അത് നിങ്ങളുടെ ഒരു വാല്യൂ ആയിരിക്കാം. എല്ലാവരും വേണം, എല്ലാവരെയും കാണണം, എല്ലാവരുമായിട്ട് സംസാരിക്കണം, ഇടയ്ക്കൊക്കെ ഒന്ന് കൂടണം. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക വാല്യൂസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് കൊടുക്കുക, വാക്ക് പാലിക്കുക, അത് നിങ്ങളുടെ ഒരു വാല്യൂ ആണ്. സോ അത് നിങ്ങൾ നിരന്തരം മുറുകെ പിടിക്കുന്നതിലൂടെ, അത് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ, അതിനു വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്നതിലൂടെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു മറ്റുള്ളവരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക വാല്യൂസ് എന്താണ്, അത് ഐഡന്റിഫൈ ചെയ്യും. അതാണ് നിങ്ങൾ കോർ വാല്യൂസ്. നിങ്ങളായിട്ട് അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന രൂപത്തിൽ ഒരു ലവബിൾ പേഴ്സൺ ആണ്, എല്ലാവരോടും സ്നേഹമാണ്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ക്വാളിറ്റീസാ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഡൗൺ എവറിബഡി. ജസ്റ്റ് കമന്റ് ഡൗൺ. ഷോ യുവർ ലീഡർഷിപ്പ്. ജസ്റ്റ് കമന്റ് ഡൗൺ.
നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ത്? നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന ക്വാളിറ്റി എന്ത്? പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ, മറ്റുള്ളവരുമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്? ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ. ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് പറയുന്ന ഒരാൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം, നല്ല രീതിയിൽ പെരുമാറണം. നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് എന്താ? നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ചിലർക്ക് ടൈം മാനേജ്മെന്റ്, അല്ലെ, ടൈം കീപ്പ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. കൊടുക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കണം എന്നുള്ള ചില ആൾക്കാരുടെ വാല്യൂ ആണ്. ചിലർക്ക് എന്ന് വെച്ചാൽ ആ വാല്യൂ അത്ര ഉണ്ടാവില്ല, കൂടുതൽ അളവ് ചെയ്യണം എന്നുള്ളതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയുക. അതിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ഒളിഞ്ഞു കിടക്കുന്നു. അതിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ഒളിഞ്ഞു കിടക്കുന്നു. അതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയി മാറാൻ പറ്റും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എക്സൽ ചെയ്യുക. ആ സ്കില്ല് ഉപയോഗിച്ച്, ആ കഴിവ് ഉപയോഗിച്ചിട്ട് അത് നിരന്തരം അപ്ലൈ ചെയ്തിട്ട് അതിനെ ഷാർപ്പൺ ചെയ്തെടുത്തിട്ട് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാക്കി മാറ്റിയെടുക്കും. And that's how you can become a leader. നമ്മൾ പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, നന്നായി സംസാരിക്കാൻ അറിയാം, സ്നേഹം സ്വഭാവമാണ്, സ്നേഹമുള്ള സ്വഭാവമാണ്, ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സോ ദാറ്റ് ഹൂ യു ആർ. അമ്പിളി പറയുന്നു. സോ അമ്പിളിക്ക് അറിഞ്ഞു എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക? ലൈഫിൽ എന്ത് ചെയ്യുക? നിരന്തരം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അത് വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക, അത് വെച്ചിട്ട് മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചു പറ്റുക. അങ്ങനെ മറ്റുള്ളവർ നിങ്ങളുടെ എന്തായി മാറുന്നു? നിങ്ങളുടെ സ്ട്രെങ്ത് അതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ അത് നിരന്തരം അപ്ലൈ ചെയ്യണം, അത് നിരന്തരം ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആൾക്കാരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. You got it? നിയാസ് പറയുന്നു ഡേഞ്ചറസ്ലി അംബിഷ്യസ്. ഡേഞ്ചറസ്ലി അംബിഷ്യസ് ആവണ്ട, പ്രാക്ടിക്കലി അംബിഷ്യസ് എന്നാക്കി മാറ്റുന്നു. ബട്ട് അംബിഷ്യസ് ആണ്. വെരി ഗുഡ്. ഇറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് ക്വാളിറ്റി. അംബിഷ്യസ് ആണ്. അപ്പൊ അംബിഷ്യസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ അംബിഷൻസ്, നമ്മൾ സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് കൂടെ ക്രിയേറ്റ് ചെയ്യണം. വി ഹാവ് ടു ടേക്ക് ആക്ഷൻ. അംബിഷൻ മാത്രം പോരാ, യു ഹാവ് ടു ടേക്ക്. അംബിഷൻ ആവുന്ന സമയത്ത് അതിന്റെ കൂടെ ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. സ്മോൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് അതിലേക്ക് ഇറങ്ങിത്തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. So when you do that, what happens is people get inspired. അത് കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? അത് ഇൻസ്പിറേഷൻ ആവും. മറ്റുള്ളവർ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കും, സപ്പോർട്ട് ചോദിക്കും, നിങ്ങളിൽ വിശ്വസിക്കും. People will start believing in you. അപ്പോഴാണ് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും. നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അടുത്ത ക്വാളിറ്റിയിലേക്ക് വരുന്നത്. ഹാവ് എ ഹയർ പർപ്പസ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വിഷൻ കാണുക. ഹാവ് എ വിഷൻ ഫോർ എവറി വൺ, ദ ബിഗ് പിക്ചർ, എ ഹയർ പർപ്പസ്. അതായത് എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും കൂടെ നിർത്താൻ ശ്രമിക്കുക. പരമാവധി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉള്ള ആൾക്കാർ, ഒരാളാവാൻ, രണ്ടാളാവാൻ, വേറെ ഒരാൾ മാത്രം മതി. അപ്പൊ നമുക്ക് മാത്രം, എനിക്ക് എന്നുള്ളതിൽ നിന്ന് മാറി നമുക്ക് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എ ബിഗ് വിഷൻ ഫോർ എവറി വൺ, എ ബിഗ് പിക്ചർ. ഫാമിലിക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്. ഹാവ് എ വിഷൻ ഫോർ എവറി വൺ. നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരും കൂടെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് വെച്ചാൽ സീ ദ ബിഗ് പിക്ചർ, എ ഹയർ പർപ്പസ്. ഇങ്ങനെ കാണുന്ന ആൾക്കാർ എന്താ വെച്ചാൽ അവർക്കൊരു ഗിവിംഗ് മെന്റാലിറ്റി ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ യു ബിക്കം എ ലീഡർ. നെക്സ്റ്റ് എന്താണ്? അക്സെപ്റ്റ് ദാറ്റ് യു കാൺ ഡു ഇറ്റ് അലോൺ. പലപ്പോഴും നിങ്ങൾ ആ ബിഗ് പിക്ചർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഒരു ഗ്രേറ്റ് ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു കാര്യവും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഗെറ്റ് ഹെൽപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയൊരു കാര്യങ്ങൾ നമുക്ക് ഫാമിലിക്ക്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു ലീഡർ ആവുന്നതിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ ഗെറ്റ് ഹെൽപ്പ്. നമ്മൾ തന്നെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവും, ഞാൻ മാത്രം ചെയ്താൽ മതി, എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയും എന്ന തിങ്കിങ്ങോ അതോ കാര്യങ്ങളോ ഉണ്ടാവരുത്. അത് അഹങ്കാരമായി മാറും.
അതിന് പകരം എന്ത് ചെയ്യുക? എല്ലാം യു കാൺ ഡു ഇറ്റ് അലോൺ. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. യു നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. സഹായം ചോദിക്കണം. യു നീഡ് ടു ഗെറ്റ് ഹെൽപ്പ്. സഹായം ചോദിക്കണം. ഇൻക്ലൂഡ് അതേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് മറ്റുള്ളവർക്കും ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്, അവർക്ക് അവസരം കൊടുക്കുക. ഇൻക്ലൂഡ് അതേഴ്സ്. നമ്മളുടെ ആശയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യും. ചർച്ചകളിൽ പങ്കെടുക്കുക. നമ്മളുടെ ആഗ്രഹങ്ങൾ, ഐഡിയാസ് നമ്മൾ മാത്രം ആലോചിക്കുക, നമ്മൾ മാത്രം ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. എന്നിട്ട് അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കുന്ന അതോറിറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ആവരുത്. അത് ലീഡർഷിപ്പ് അല്ല. ഒരു അതോറിറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ആവരുത്. മറ്റുള്ളവരെല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത്. മറിച്ച് വേണ്ടത് എന്താണ്? അവരുടെ ഒപ്പീനിയൻസ് എടുക്കുക, അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക, അവരിതെങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചറിയുക, അവരിൽ നിന്ന് ആശയങ്ങൾ എടുക്കുക, മക്കളോട് അഭിപ്രായം ചോദിക്കുക, ഫാമിലിയുടെ അഭിപ്രായം ചോദിക്കുക. എല്ലാവരും അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും ആശയങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. സോ ജസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇൻക്ലൂഡ് അതേഴ്സ്. കാരണം അവർക്കും നല്ല കഴിവുണ്ട്, അവർ നമ്മളെക്കാൾ ചില കാര്യങ്ങൾ ചെയ്യാൻ നല്ല കഴിവുള്ളവരായിരിക്കും. സോ ഗിവ് ദം റോൾസ്. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗിവ് ദം റോൾസ്. അവർക്ക് എന്ത് ചെയ്യണം? റോൾ കൊടുക്കണം. നമ്മളുടെ ആശയങ്ങളിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുക, മക്കളെ കൂടി ഉൾപ്പെടുത്തുക, ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുക, നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുക. ആസ്ക് ഫോർ ഒപ്പീനിയൻ. അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഒരു ലീഡറായിട്ട് മാറും. എല്ലാവർക്കും അവസരം കൊടുക്കും. അല്ല നിങ്ങൾ തന്നെ പറയാ, നിങ്ങൾ തന്നെ സംസാരിക്കുക, അതാവരും. നെക്സ്റ്റ് എന്താണ്? ബി ഹംബിൾ വെൻ ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ടോക്ക് ടു ദം. അവരോട് സംസാരിക്കുന്ന സമയത്ത്, സഹായങ്ങൾ ചോദിക്കുന്ന സമയത്ത് ബി എ ഹംബിൾ പേഴ്സൺ. ബി ഹംബിൾ. അഹങ്കാരം പാടില്ല, വിനയമുണ്ടാവും, ഹംബിളായിരിക്കണം. പറയണം, ഞാൻ വീക്കാണ്, ഈ ഏരിയയിൽ എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് സപ്പോർട്ട് വേണം, ക്യാൻ യു ഹെൽപ്പ് മീ? ജെന്യൂനായിട്ട് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ കം ആൻഡ് ഹെൽപ്പ് യു. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. എനിക്ക് ആരുമില്ല, ആരും എന്നെ ഹെൽപ്പ് ചെയ്യില്ല, ആരും എന്നെ മനസ്സിലാക്കൂല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാൻ തയ്യാറാണ്. റിജക്ഷൻസ് ഉണ്ടാവും. ആ റിജക്ഷൻസ് അനുഭവിക്കാനുള്ള ആൾക്കാർ നോ പറയുമ്പോൾ, അല്ല എനിക്ക് പറ്റില്ല, നീ പറയുന്ന കാര്യമൊന്നും നടക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിനെ ആ റിജക്ഷനിലൂടെ കടന്നു പോകാനുള്ള വിനയമുണ്ടാകും. മറ്റുള്ളവന്റെ മുമ്പിൽ ഞാൻ ചെറുതായി പോകും, അവൻ എനിക്ക് സഹായം ചെയ്തു തരൂല, അവന്റെ മുമ്പിൽ പരിഹാസ കഥാപാത്രമാകും എന്ന് ചിന്തിക്കുന്നത് എന്താണ്? സെൽഫിഷ്നെസ് ആണ്, ഈഗോ സെൻട്രിക് മൈൻഡ് സെറ്റ് ആണ്. അവർ ഹെൽപ്പ് ചെയ്യോ ഇല്ല എന്ന് നമുക്ക് അറിയില്ല, അവർക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് ബി ഹംബിൾ ഇനഫ് ടു ഗോ ത്രൂ ദാറ്റ്. നമ്മൾ ആരും ചെറുതാവുന്നില്ല. നമ്മൾ ചെറുതാവുമ്പോൾ ആക്ച്വലി വലുതാവുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെറുതാവുന്നില്ല. കാരണം അവിടെ നമ്മൾ കാണിക്കുന്നത് കറേജാണ്, ധൈര്യമാണ്. എന്ത്? റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന ധൈര്യം. അതാണ് യഥാർത്ഥ ധൈര്യം. നിങ്ങൾ അങ്ങനെ അപ്രോച്ച് ചെയ്ത് നോക്കി. ഓരോ വ്യക്തികളെയും റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള ധൈര്യത്തോടു കൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്ത്. ഒരു ബുക്ക് ഉണ്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്, നിങ്ങൾ വായിക്കേണ്ട ബുക്കാണ്. വേണമെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു തരാം. ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ഇതാണ് ആ ബുക്ക്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ഇതിൽ പറയുന്ന ഹൗ ടു ഫ്രീ യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് അച്ചീവ് റിയൽ ഹാപ്പിനെസ്. അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചോദിക്കാതിരിക്കുക. യുനോ, ലീഡർഷിപ്പ് അല്ലെങ്കിൽ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സഹായം ചോദിക്കേണ്ട സമയത്ത് സഹായം ചോദിക്കാതിരിക്കലാണ് സെൽഫിഷ്നെസ്. സഹായം ചോദിക്കലല്ല സെൽഫിഷ്നെസ്, സഹായം ചോദിക്കാതിരിക്കലാണ് സെൽഫിഷ്നെസ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് സഹായം ചോദിക്കാതിരിക്കുന്നത്? ഈഗോ ഉള്ളത് കൊണ്ടാണ്.
സെൽഫിഷ് ആണ്, സ്വന്തം ഇമേജിൽ സെൽഫിഷ് ആണ്, സെൽഫ് സെന്റേർഡ് ആണ്. ക്ലിയർ ആണോ പറയുന്നത്? ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചില്ലേ? ഡിഡ് ഐ ആസ്ക് യുവർ ഹെൽപ്പ്? യെസ്, ഐ ചോദിച്ചു. വെറുക്കപ്പെടാനും പരിഹസിക്കപ്പെടാനുള്ള, ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. അതാണ് റിയൽ ലീഡർഷിപ്പ്. മറ്റുള്ളവർ നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വെറുപ്പിക്കാന്നല്ല കേട്ടോ, അങ്ങോട്ട് പോയിട്ട് വെറുക്കല്ല, വെറുക്കപ്പെടാനല്ല. ഐ മീൻ അവർ ചിലപ്പോൾ നമ്മൾ ചെറുതായി കണ്ടെന്ന് പോലും. ദാറ്റ്സ് ഓക്കെ. നമ്മൾ മനസ്സിലാക്കണം, സഹായം ചോദിക്കും. നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് തരുകയാണ് ഞാൻ. ഇസ് ഇറ്റ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ്? സഹായം ചോദിക്കുന്നത് സെൽഫിഷ് ആണ്, അത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത്. സ്വർണോ അത് സെൽഫിഷ് ആണ് എന്നുള്ള തിങ്കിങ് ആണ്. നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ അത് ചോദിക്കുന്ന, സഹായം ചോദിക്കുന്നത് നമ്മൾ സെൽഫിഷ് ആക്ട് ആയിട്ട് നമ്മൾ കരുതി. അല്ല, കാരണം നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. നിങ്ങൾ ഉഷാറായി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളുടെ ഈഗോ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാത്തത്, സഹായം ചോദിക്കുക. അതാണ് സെൽഫ് സെന്റേർഡ് ബിഹേവിയർ. ഡോണ്ട് ബിക്കം ദാറ്റ്. നിങ്ങൾ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കില്ലാത്ത ഇമേജ്, നിങ്ങൾക്കില്ലാത്ത അഭിമാനം, നിങ്ങൾക്കില്ലാത്ത വില. എന്ത് വിലയുള്ളത്? നമുക്കറിയാം നമ്മുടെ വില എന്താണ്, നമ്മൾ എത്രത്തോളം എന്നുള്ളത്. എസ്വർണോ ഞാനെന്തോ, നമുക്കെന്തോ വലിയ വില ഉണ്ട് നമുക്ക് തോന്നും. നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് തോന്നണം ആ വില. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, വെൻ യു ബിക്കം ഹംബിൾ, അപ്പോഴാണ് നിങ്ങൾ എന്ത് വെച്ചാൽ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള വ്യക്തിയായി മാറും. സോ ആസ്ക് ഹെൽപ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അടുത്ത പോയിന്റ് എന്താണ്? ടേക്ക് റെസ്പോൺസിബിലിറ്റി, അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്, ഹാവ് എ വിഷൻ ഫോർ എവരിവൺ, accept that you can do it alone, include others, be humble and ask for and talk to them. Be an example. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, എക്സാമ്പിൾ ആയി മാറുക. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് മാറണം. ട്രസ്റ്റ് അടുത്ത ഏറ്റവും വലിയ ക്വാളിറ്റി ആണ്. നിങ്ങളുടെ ലൈഫിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് നമുക്ക് പഠിപ്പിക്കാനുണ്ട് ഈ വിഷയത്തിലൊക്കെ. ഇത്രയും സ്ലൈഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഇവിടെ സൈഡിൽ കാണുന്നതൊക്കെ ലീഡർഷിപ്പിന്റെ നോളജുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഗതികൾ പഠിക്കാനുണ്ട്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇന്ന് പഠിപ്പിച്ചതുപോലുള്ള സംഗതികളൊക്കെ പഠിക്കണം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് പവർ വർക്ക്ഷോപ്പ് ഉണ്ട്. അതിലേക്ക് വരിക. ഓക്കെ, അതിലേക്ക് നിങ്ങൾ വരിക. 7,000 rupees അതിന്റെ കോഴ്സ് ഫീ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നോളജ് അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാകും. യു ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് അസ്. മറക്കരുത്, ആ 7,000 rupees നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ലീഡർ, യു ക്യാൻ ബിക്കം എ പവർഫുൾ ലീഡർ, യു ക്യാൻ അട്രാക്ട് വാട്ട് എവർ യു വാണ്ട് ഇൻ ലൈഫ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ, നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല ആത്മീയപരമായിട്ടുള്ള വളർച്ച, പുരോഗതി, സംഗതികളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ ഡെപ്തിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്യുന്ന കോഴ്സാണ്. അതായത് നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിൽ അതിന്റെ വർക്ക് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഡിസൈൻ ചെയ്തിട്ട് അത് ലൈവ് ആയിട്ടുള്ള സെഷൻസ് ആണ്. 10 days കോച്ചിങ് ആണ്. ഇൻ ഡെപ്തിൽ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് കം ആൻഡ് ജോയിൻ. അതിന് വേണ്ടി എന്ത് ചെയ്യുക, വിളിക്കേണ്ട നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമ്മുടെ നമ്പർ കൊടുക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് മെസ്സേജ് ആൻഡ് കോൾ ദിസ് നമ്പർ ഇമ്മീഡിയറ്റ്ലി. ഇതിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് ഉപകാരപ്പെടുമോ ഇല്ലയോ, ആ കോഴ്സിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്? ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10 ദിവസത്തെ കോച്ചിങ്ങിലൂടെ നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരുപാട് ട്രോമകൾ ഹീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ്ലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിലേക്ക് നിങ്ങൾ അത് എത്തിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിരന്തരം പോസിറ്റീവായിട്ട്, ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ടൂളുകൾ പഠിപ്പിക്കും. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ. നമുക്ക് എന്ത് വെച്ചാൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഐ വാണ്ട് ടു ടോക്ക് ടു യു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. 8086880771. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം.
ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം, എന്നിട്ട് എന്ത് ചോദിക്കാം, മൈൻഡ് പവർ കോഴ്സ് 5-ാം തീയതി നടക്കുന്ന കോഴ്സിനെ കുറിച്ച് അറിയണം എന്ന് പറയാം. ഓക്കെ, ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാം. സോ വി ക്യാൻ ഡിസ്കസ് എങ്ങനെ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഇത് എങ്ങനെ ഏത് രീതിയിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഏത് രീതിയിലേക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇൻ ഡെപ്തിൽ നിങ്ങൾക്കൊരു ഡിസ്കവറി കോൾ തരും. ഡിസ്കവറി കോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രോഗ്രാം, ഇത് ഓൺലൈൻ ആണ് നടക്കുന്നത്. 10 ദിവസത്തെ കോച്ചിങ് ഓൺലൈൻ ആണ്, സൂമിലാണ്. ഓഫ്ലൈൻ പ്രോഗ്രാം വരുന്നുണ്ട്, ആ വരുന്ന സമയത്ത് നമ്മളത് അറിയിക്കും. ഇപ്പൊ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. Then we will be having an offline meeting for everybody. എല്ലാവർക്കും വേണ്ടി ഒരു ഓഫ്ലൈൻ മീറ്റപ്പ് വെക്കും, അതിനുശേഷം പ്രോഗ്രാംസുകൾ വേറെ വെക്കും. സോ കം ആൻഡ് ജോയിൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഐ വാണ്ട് യു ടു ചേഞ്ച് യുവർ ലൈഫ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ടീമും അതിന് വേണ്ടി റെഡിയാണ്, എക്സൈറ്റഡ് ആണ്. ഇൻ ഡെപ്തിലുള്ള വർക്ക് ബുക്കും കാര്യങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഏകദേശം ആ വർക്ക് ബുക്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ എൻറ്റയർ ലൈഫ് പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഗോളുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നിങ്ങളുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, നിങ്ങളുടെ ഫാമിലി ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യണം, നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റി എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്, ഇപ്പൊ ജീവിക്കുന്ന ആ ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു വീട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സാഹചര്യങ്ങൾ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങളെ കാണാൻ എങ്ങനെയാണ്, നിങ്ങൾ സംസാരിക്കാൻ, ഇതെല്ലാം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ഷിഫ്റ്റിലേക്ക് സഹായിക്കുന്ന ഒരുപാട് അറിവുകൾ നൽകുന്ന കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ കൂടെ ഇൻ ഡെപ്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നു, നിങ്ങളിൽ ഷിഫ്റ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ തോട്ട്സും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ഡെപ്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങോട്ട് അവസരങ്ങൾ വരും, ഇങ്ങോട്ട് വ്യക്തികൾ വരും, ഇങ്ങോട്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കും. ആൻഡ് ദാറ്റ് ഈസ് എ പ്രൊഫൗണ്ട് അബണ്ടന്റ് സിറ്റുവേഷൻ ദാറ്റ് യു ക്യാൻ join. So come and attend the program, book for the program. 7,000 rupees ആണ്. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നു, നിങ്ങൾ 70 lakhന്റെ 70 ലക്ഷത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് അതിൽ നിന്ന് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ആയി. യു ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. എനിക്കറിയാം നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് ഹൗ ഇറ്റ് വിൽ ചേഞ്ച് കംപ്ലീറ്റ്. നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്ത്, നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്ത്, നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് സംഗതികളെല്ലാം നമുക്ക് ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നമ്പറിൽ ബന്ധപ്പെടുക 8086880771 8086880771 ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് അയക്കുക, വിളിക്കുക, ആൻഡ് ആസ്ക് അബൌട്ട് ദ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സിലേക്ക് എടുക്കുക. then register the program and change your life. It will be amazing program. I want to help you. അതെന്താ വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കോഴ്സ് അത്രയും ഡെപ്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്തിൽ നിങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഇത്രയും കാലം സ്റ്റെക്കായി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ രാവിലെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും സ്ട്രക്ചേർഡ് അല്ല. ഐ മീൻ ഒരു വിഷയത്തിൽ ആഴത്തിൽ പറഞ്ഞു പോയി സ്ട്രക്ചേർഡ് അല്ല ഇത്. അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പ്രോബ്ലം എടുത്തിട്ട് അതിൽ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്യുന്നു. അതിലേക്ക് നിങ്ങൾക്ക് ഒരു കോച്ചിനെ കൂടെ തരും, ഒരു പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോച്ചിനെ തരും. ആ പേഴ്സണൽ കോച്ച് നിങ്ങൾ ഡെയിലി വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഈ കോഴ്സ് ഇൻ ഡെപ്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ കം ആൻഡ് ജോയിൻ വിത്ത് us. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു മോർണിംഗ് സെഷനിലേക്ക് എന്ത് ചെയ്യാം, വിളിക്കാം, മെസ്സേജ് അയക്കാം, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മെഡിറ്റേഷൻ്റെ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ സെഷൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഇത് സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Come and join every day. Wish you all the very best. ഇന്നത്തെ സെഷനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യട്ടോ. നമ്മുടെ മോർണിംഗ് സെഷനെ കുറിച്ച് മറക്കരുത്. നിങ്ങൾക്ക് ഈ ബുക്ക് അവൈലബിൾ ആകാൻ വേണ്ടി കുറെ ആൾക്കാർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കൊടുത്തിട്ടുള്ള ആൾക്കാരിലേക്ക് ബുക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ what you have to do, you have to make a video. ഒരു വീഡിയോ എന്ത് ചെയ്യുക, നമ്മുടെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആണോ എന്നുള്ളൊരു വീഡിയോ ജസ്റ്റ് എന്ത് ചെയ്യുക, 2 മിനിറ്റിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, അയച്ചു തരിക. we will collect your address and we will send this book to you. It's a gift. ഗിഫ്റ്റ് ആണ്, യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. Once again, we will come back with another session. Let's have a great day. Thank you. Thank you, everyone. Thank you so much. Thank you, Ampli. Thank you, sir. Thank you, Sajna, Novin. Thank you, Ashna. Thank you, Jalil.
Thank you, Neetu. Thank you, Aku Akbar. Thank you, Hafiz. Thank you, everyone. Wish you all the best. Kumaran sir, thank you so much. Have a great day.